നമ്മളിപ്പോൾ പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ശരിയാക്കാൻ പോകാം. പഞ്ചായത്തിൻ്റെ ഒരു പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് ആഡ് ന്യൂ വർക്ക്. ഇതെവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ വർക്ക്സിനകത്ത് അൺപ്ലാൻഡ് വർക്ക്സിനകത്ത് ആഡ് ന്യൂ വർക്ക് ഡെപ്പോസിറ്റ് വർക്ക് മെയിൻ്റനൻസ് അതിനാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് വർക്ക് മെയിൻ്റനൻസിനാണ് പഞ്ചായത്തിൻ്റെ പോസ്റ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കുന്നത്. ലോക്കൽ ബോഡീസ് ഇപ്പോൾ താമരക്കുളമാണ്, താമരക്കുളം പഞ്ചായത്താണ് സെലക്ട് താമരക്കുളം. വർക്കിൻ്റെ പേര് എസ്റ്റിമേറ്റ് ഫോർ പോസ്റ്റ് ഷിഫ്റ്റിംഗ് ഇൻ ഫേവർ ഓഫ് താമരക്കുളം പഞ്ചായത്ത്. ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം ആപ്ലിക്കൻ നെയിം ഓർ ബെനിഫിഷ്യറി. ആപ്ലിക്കൻ നെയിം സെക്രട്ടറി, പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമല്ലോ എപ്പോഴും ആപ്ലിക്കൻ നെയിം. ഓക്കെ, വേറെ ഒന്നും വേണ്ട. ഈ സ്റ്റാർ ഉള്ളതുകൊണ്ടാണ് അതിനവിടെ നമ്മൾ പേര് കൊടുക്കേണ്ടി വരുന്നത്. സ്റ്റാറുള്ളതെല്ലാം മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം, ചുമപ്പ് സ്റ്റാറുള്ള. അതിന് ശേഷം നമ്മളൊരു ടാസ്ക് ആഡ് ചെയ്യണം. ആഡ് ടാസ്ക്, ടാസ്ക് ബട്ടൺ ഉണ്ടോ? ആഡ് ടാസ്ക് ബട്ടൺ, ആഡ് ടാസ്ക്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാസ്കുകൾ, ഒരുപാട് ടാസ്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ടാസ്കിനകത്ത് LT മെയിൻ്റനൻസ് വർക്കായിട്ടുണ്ട്. അതെ, LT മെയിൻ്റനൻസ് അതിൽ സെലക്ട് ചെയ്യുക. ആഡ് കൊടുക്കുക. അതിൻ്റെ ഇവിടെ ആഡ് ബട്ടൺ, ആഡ് കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ടാസ്ക് ആഡ് ചെയ്ത് അതിന് ശേഷം ആഡ് സ്ട്രക്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. ആഡ് സ്ട്രക്ചർ, ടാസ്കിനകത്താണ് നമ്മൾ സ്ട്രക്ചറിനെ ആഡ് ചെയ്യുന്നത്. നമ്മൾ ആഡ് സ്ട്രക്ചർ കൊടുക്കും. ആഡ് സ്ട്രക്ചറിനകത്ത് ഒരുപാട് സ്ട്രക്ചറുണ്ട്. ഡിഫോൾട്ട് സ്ട്രക്ചേഴ്സിനകത്ത് കുറേ സ്ട്രക്ചേഴ്സ്, ഡിഫോൾട്ട് സ്ട്രക്ചറിനകത്ത് കുറേ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്കൊരു പോസ്റ്റ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചർ അങ്ങ് ആഡ് ചെയ്യാം. അത് പിന്നെ അതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുക ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഡ് ക്രോസ് ആൻഡ് ടു ലൈൻ, ആ സ്ട്രക്ചർ ഞാനിപ്പോൾ എടുക്കുകയാണ്. സ്ട്രക്ചർ എടുത്ത് ക്ലോസ് ചെയ്തു. ആഡ് ടു ലൈൻ ക്രോസ് ആണ് ഈ സ്ട്രക്ചർ. ഈ മെറ്റീരിയൽസ്, ഇത് മെറ്റീരിയൽസാണ്. ഈ മെറ്റീരിയലൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ഒരു മെറ്റീരിയൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഈ പോസ്റ്റ് ഷിഫ്റ്റിങ്ങിന് ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. മെറ്റീരിയലൊന്നും വേണ്ട. ലേബറും നമ്മൾക്ക് ഈ കാണുന്ന ലേബറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ലേബറും നമ്മൾ പോസ്റ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ ലേബറല്ല, അത് ക്ലോസ് ആൻഡ് ഫിറ്റിങ്ങിൻ്റെ, അതൊന്നും വേണ്ട. നമുക്ക് പോസ്റ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ ലേബർ ഇടാൻ പോവാണ്. ഈ സ്ട്രക്ചറിനകത്ത് നമ്മൾ ഒരു ടാസ്ക് ആദ്യം ആഡ് ചെയ്ത് LT മെയിൻ്റനൻസ് വർക്ക്, അതിനകത്ത് സ്ട്രക്ചർ ആഡ് ചെയ്ത് ആഡ് ടു ലൈൻ ക്രോസ് ആം. സ്ട്രക്ചറിനകത്ത് കിടന്നതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്, അതിന് ശേഷം ലേബറിനകത്തും മെറ്റീരിയൽ കിടന്നത് ഡിലീറ്റ് ചെയ്ത്, ലേബർ കിടന്നത് ഡിലീറ്റ് ചെയ്ത്, ലേബറിനകത്ത് ആഡ് ലേബർ കൊടുക്കാൻ പോകും. പുതിയ നമുക്ക് വേണ്ടുന്ന ലേബർ മാത്രം നമുക്ക് കൊടുക്കാം. അപ്പോൾ ആഡ് ലേബർ കൊടുക്കുമ്പോൾ ആഡ് ഡീറ്റെയിൽസ്, അതിനകത്ത് പോസ്റ്റ് ഇളക്കണം. പോസ്റ്റ് ഇളക്കുന്നതിന് ഡിസ്മാൻഡ്ലിങ്ങിനകത്ത് വരും. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കുക, കുറേ ഉണ്ട് ഇതിനകത്ത്. ഡിസ്മാൻഡ്ലിങ് LT കണ്ടോ? ഡിസ്മാൻഡ്ലിങ് LTയിലേക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പോസ്റ്റ് വരുന്നതുണ്ട്. ഡിസ്മാൻഡ്ലിങ് വിത്തൗട്ട് ഡാമേജ് 1 LTPSC, ഡിസ്മാൻഡ്ലിങ് വിത്തൗട്ട് ഡാമേജ് 1 LTPSC ഫോർ ആഫ്റ്റർ ഡിസ്കണക്റ്റിംഗ് സ്റ്റേജ് സ്റ്റാർട്ട് എക്സെട്ര 554 ഈ നമ്പർ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. പോസ്റ്റ് ഇളക്കുന്നു. ഒരു സ്റ്റേ ഉണ്ട്, ഒരു സ്റ്റേ ഇളക്കാനുണ്ട് നമുക്ക്. ഡിസ്മാൻഡ്ലിങ് വിത്തൗട്ട് ഡാമേജ് LT സ്റ്റേ, അത് നമ്മൾ ആഡ്, അതിനകത്ത് 555 കോഡ്, അത് നമ്മൾ ഒരു പോസ്റ്റും സ്റ്റേയും ഇളക്കാനുണ്ട്. ഇളക്കി. അപ്പോൾ നമ്മൾ കണ്ടോ ലേബറിനകത്ത് അത് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. എത്ര പോസ്റ്റ് ഇളക്കണം? ഒരു പോസ്റ്റ്. എത്ര സ്റ്റേ ഇളക്കണം? ഒരു സ്റ്റേ. ഇനി പോസ്റ്റും സ്റ്റേയും ഒഴിയതിന് ശേഷം പോസ്റ്റും സ്റ്റേയും ഇടണമല്ലോ. പോസ്റ്റും അല്പം നീക്കണമല്ലോ. നീക്കുന്നതിന് ഇപ്പോൾ നമ്മൾ 2 അടി കൂടുതൽ നീക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് കാർട്ട് കൊടുക്കണം. അതെവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആഡ് ലേബർ വീണ്ടും ക്ലിക്ക് ചെയ്യുക.
നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനകത്ത് LT വർക്ക്സിനകത്താണ് ഹാൻഡ് കാർട്ട് കിടക്കുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ പഠിക്കും. LT ലൈൻ വർക്ക്സ് നോക്കുമ്പോൾ അതിനകത്ത് ഇതേ കിടക്കുന്നു. ആദ്യം ഹാൻഡ് കാർട്ട് തന്നെ ആദ്യം തന്നെ കിടപ്പുണ്ട്. അത് ലോഡിങ്ങും തെറ്റിപ്പോയാൽ നമുക്ക് മാറ്റാം. ലോഡിങ്ങും ട്രാൻസ്പോർട്ടിങ്ങും വേറെ അഡീഷണൽ തെറ്റിപ്പോയി, അത് നോക്കട്ടെ. എൻ്റെ ലോഡിങ് കിട്ടി, ഒരു ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. ട്രാൻസ്പോർട്ടിങ് ഹെഡ് ലോഡ് നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്തതാണ്. തലയിൽ ചുമക്കൊന്നും വേണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ ട്രാൻസ്പോർട്ടിങ് ലോഡിങ് ഹാൻഡ് കാർട്ടിലേക്ക് ലോഡ് ചെയ്ത് ഹാൻഡ് കാർട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ ആഡ് ലേബർ. ട്രാൻസ്പോർട്ട് ചെയ്ത പോസ്റ്റ് ഇറക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളെ പോസ്റ്റ് ഇറക്റ്റ് ചെയ്യുന്നതിന് LT ലൈൻ വർക്ക്സിനകത്താണ് പോസ്റ്റ് ഇറക്ഷനൊക്കെ. LT ലൈൻ വർക്ക്സിനകത്ത് ഇറക്റ്റിംഗ് LTPSC ഇപ്പോൾ ഉണ്ടോ 2010 രൂപ 204 അത് ആഡ് ചെയ്യുക. പിന്നെ സ്റ്റേ കൊടുക്കണ്ടേ, ഇളക്കിയ സ്റ്റേ, പ്രൊവൈഡിങ് സ്റ്റേ അതും കൊടുക്കും. പോസ്റ്റ് ഇളക്കി സ്റ്റേ ഇളക്കി പോസ്റ്റ് ടു സ്റ്റേ കിട്ടും. ഇനി അതിനകത്തുള്ള 2 കമ്പി പിടിക്കണ്ടേ. കമ്പി പിടിക്കുന്നതിന് ആഡ് ഷാക്കിളാണ് സാധനം കൊടുക്കുന്നത്. LT മെയിൻ്റനൻസ് കാറ്റഗറിയിൽ LT മെയിൻ്റനൻസ് വർക്ക്. അതിനകത്ത് നമ്മൾ 405 കീ അഡീഷണൽ റേറ്റ് ഫോർ റീഫിറ്റിംഗ് റീഡൂയിങ് 1 ഷാക്കിൾ അത് കൊടുക്കും. ഇനി ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ലേബർ ഇട്ടു, അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കണം. ക്വാണ്ടിറ്റി കൊടുക്കാൻ ട്രാൻസ്പോർട്ടിങ് വരെ നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കും. അടുത്ത ഊരിയ പോസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഹാൻഡ് കാർട്ടിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇട്ടു, ഇറക്റ്റ് ചെയ്തു, സ്റ്റേ ഇട്ടു, കമ്പി പിടിക്കുന്നു 2 കമ്പി, ആഡ് ഷാക്കിൾ 2 ഷാക്കിൾ കമ്പി, എൻ്റെ പോസ്റ്റ് 2 കമ്പി പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ എസ്റ്റിമേറ്റ് സിമ്പിളായിട്ട് ഒരു പോസ്റ്റ് നീക്കി ഒരു സ്റ്റേ നീക്കി 2 കമ്പി പിടിക്കുന്ന എസ്റ്റിമേറ്റ് കഴിയും. നമ്മളതിനെ സേവ് ചെയ്യണം. താഴെ കൊണ്ടുവന്നിട്ട് ആദ്യമേ സേവ് ചെയ്യേണ്ടതായിരുന്നു, നമ്മൾ മറന്നുപോയി. ആദ്യമേ ഒരു സേവ് കൊടുത്തിട്ട് വേണം, എഡിറ്റ് ചെയ്ത് വേണം പോകാൻ. ഇപ്പോൾ സാധനമില്ല, നമുക്ക് സേവ് ചെയ്യാൻ പോവാം. സേവ് ചെയ്യുമ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കണം. സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ആ എസ്റ്റിമേറ്റ് സേവ് ആയി. എമൗണ്ട് അറിയാനായി വീണ്ടും നമ്മൾ എസ്റ്റിമേറ്റ് ഫോർ പോസ്റ്റ് 15 ഇൻ ഫേവർ ആദ്യം തന്നെ വന്ന് കിടപ്പുണ്ട്. ഈ സൈഡിലെ വലതുവശത്ത് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത എസ്റ്റിമേറ്റിൻ്റെ ആ പോർഷൻ ഇങ്ങനെ വരും. അതിൻ്റെ ലേബർ എല്ലാം കാണുന്നു. അതിനകത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പ്രിവ്യൂ നോക്കുക. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ നോക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് വരുന്നുണ്ട് 8808 ഏറ്റവും ലാസ്റ്റ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റ്. മെറ്റീരിയൽസ് ഒന്നും വേണമെങ്കിൽ ആഡ് ചെയ്യാം. സർവീസ് വെയർ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അല്പം സർവീസ് വെയർ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ട് ലേബർ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈഡിൽ ആഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ ആഡ് ഡീറ്റെയിൽസ്. ഈ വയറെല്ലാം കിടക്കുന്നത് കുറേ കാറ്റഗറി ഉണ്ട്. ഒരു കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സിനകത്താണ് ഈ വയറെല്ലാം കിടക്കുന്നത്. അപ്പോൾ WP നമ്മൾ വെതർ പ്രൂഫ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. വെതർ പ്രൂഫ് എന്ന് അടിക്കുമ്പോഴേ വെതർന്നടിക്കുമ്പോഴേ വന്നിട്ടുണ്ട്. ഇതാണ് 2.5 സ്ക്വയർ എമ്മിൻ്റെ വയറാണ് ഇവിടെ രണ്ടാമത് കിടക്കുന്നത്. അതാണ് നമ്മൾ ആഡ് ചെയ്തു. ക്ലോസ് ബട്ടൺ ഞെക്കുന്നു. ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഈ മെറ്റീരിയൽ മാത്രം മതി. അതിലേക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു 20 മീറ്റർ വയറാണ് നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വയറായി, മെറ്റീരിയലായി, ലേബറായി. ഏറ്റവും താഴെ പ്രിവ്യൂ കൊടുക്കുക. എമൗണ്ട് കാണിക്കും. എമൗണ്ട് ഇപ്പോൾ 9017. മൗസിൻ്റെ ഈ നടുക്കത്തെ റൗണ്ട് കറക്കുമ്പോൾ മേളിലോട്ടും താഴോട്ടും പോകുന്നത്. ഇനി PDF കൊടുത്തു കഴിഞ്ഞാൽ ഇത് PDF പ്രിൻ്റബിൾ ഫോർമാറ്റിൽ വരും. വേണ്ടിയതാണ് പ്രിൻ്റബിൾ ഫോർമാറ്റിൽ വന്ന എസ്റ്റിമേറ്റ്. ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. കൺട്രോൾ P ഞെക്കിയാലും പ്രിൻ്റ് പോകും. തൽക്കാലം പ്രിൻ്റ് കൊടുക്കുന്നില്ല. 9017 എസ്റ്റിമേറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്തു, പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്തില്ല. അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി കാണിച്ചു. എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞു.